ഇവിടെ ഒരു സെലിബ്രിറ്റി ഉള്ളൂ, അത് കർത്താവായ യേശു. यहाँ पर एक ही मुख्य अतिथि है, वो परमेश्वर है. നമ്മൾ ആരും സെലിബ്രിറ്റി അല്ല. हम और कोई भी सेलिब्रिटी नहीं है. തീർച്ചയായും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. हमको सही में उत्सव मनाना है. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും സെലിബ്രേറ്റ് ചെയ്യണം. हम आपस में अपना उत्सव मनाएं. അത് നമ്മുടെ കൾച്ചറാണ്. ये हमारी संप्रदाय है, എസ്പെഷ്യലി ഈ ലീനിയേജിന്റെ കൾച്ചറാണ്. और ये इस वंशावली की संप्रदाय है. പക്ഷെ കർത്താവിന് കൊടുക്കാത്തത് മറ്റാർക്കും കൊടുക്കില്ല. पर जो आप प्रभु को नहीं दे सकते, वो किसी व्यक्ति को नहीं देना. അപ്പോൾ ആർക്കെന്തോ കൊടുത്താലും അതിനേക്കാൾ ബെസ്റ്റ് ഒന്ന് കർത്താവിന് കൊടുത്തിരിക്കണം. तो आप किसी को कुछ भी दे, उससे सबसे उत्तम परमेश्वर को दे. ചില കാര്യങ്ങൾ നിങ്ങളെ എനിക്ക് അറിയിക്കണം. कुछ बातें मैं आपको बताना चाहता हूँ. കർത്താവിന് കൊടുക്കണം. നമുക്ക് हमको प्रभु को देना है. അവൻ്റെ ശബ്ദം നമുക്ക് കേൾക്കണം. प्रभु की आवाज हमें सुननी है. എവറി ഡേ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ദൈവം. और हर दिन हमारा परमेश्वर हमारे साथ है. അല്ലേ? ലോകാവസാനം എല്ലാ നാളും ഞാൻ നിങ്ങളോട്, ഇത് പറഞ്ഞ ദൈവം. और परमेश्वर ने ये कहा था कि दुनिया के अंत तक मैं तुम्हारे साथ रहूंगा. അല്ലേ? പിന്നെ നമ്മൾ കൈക്ക് പിടിച്ച് നടക്കുന്ന നമ്മുടെ അപ്പൻ്റെ കൈക്കാണ്. और हम जिसका हाथ पकड़ के चलते हैं, वो हमारा पिता है. അല്ലേ? നമ്മളെ തോളിൽ വഹിക്കുന്ന അപ്പൻ, हमारा वो पिता जो हमें अपने कंधों पर ले चलता है. ഉള്ളംകരത്തിൽ വരച്ചിരിക്കുന്ന അപ്പൻ, वो पिता जिसने अपने हाथों में हमें अपना लकीर बनाकर रखा है. സൺഡേ അപ്പനല്ല, पर रविवार वो पिता नहीं, ദൈവമല്ല, परमेश्वर नहीं, അതിനപ്പുറത്ത് നമ്മുടെ മണവാളൻ. उसके पार हमारा दुल्हा हमसे मिलने आ रहा है. ഇവിടുത്തെ ടോക്കിംഗ് വേറൊരു ലെവലാണ്. यहाँ के बातचीत का तरीका अलग है. ഇവിടുത്തെ അപ്പച്ചന്റെ സംസാര സ്റ്റൈല് വേറെയാണ്. यहाँ पिता को बातें करने का तरीका अलग है, കാരണം ഇത് പ്രിപ്പറേഷനടാ. क्योंकि ये तैयारी होने वाली जगह है. നമ്മളെ സ്പെഷ്യലി ഡിസൈൻ ചെയ്യുക കർത്താവ്. हमको प्रभु खास रूप से रच रहा है, അവന്റെ മണവാട്ടിയായിട്ട്. उसका दुल्हन जो है दुल्हन बनाते हुए. ആമേൻ. आमेन. ഇവിടെ ഒരു മേക്കപ്പ് മാൻ ഉണ്ട്. यहाँ पर तैयारी അവന്റെ हमको പേര് करने ഹോളി वाली है. സ്പിരിറ്റ്. उसका नाम पवित्र आत्मा है. ആമേൻ. അവനെ ഡിസൈൻ അറിയൂ. और सिर्फ पवित्र आत्मा ही हमारी रचना को जानता है. ആമേൻ. आमेन. എത്ര പേർക്ക് സന്തോഷമുണ്ട്. कितने लोग खुश हैं. ഇതൊക്കെ ഞാൻ പിന്നെ എവിടെ പോയി പറയാം? ചർച്ചിലല്ലേ പറയണ്ടേ? ये सब मैं यहाँ नहीं बोलूंगा तो कहाँ बोलूं. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത് ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കും. प्रभु हमको आशीषित कर रहा है, इसके लिए हम उस प्रभु की महिमा करते हैं. ഞാൻ എൻ്റെ കർത്താവിനോട് ഒറ്റ കാര്യം ചോദിച്ചു. मैंने मेरे प्रभु से एक ही बात पूछा നീ था, എത്ര പേരെ എനിക്ക് തന്നാലും आप कितने भी लोगों को मुझे दो, അവർ ജീവിതത്തിൽ ഞെരുങ്ങുന്ന ഒരു കാലഘട്ടം അവർക്കുണ്ടാകും. प्रभु से मैंने कहा कि उनकी जिंदगी में ऐसा कभी एक मौसम ना रहे जहां पर वो ഞാനിപ്പോൾ कमी घटी अनुभव कर रहे हैं. ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. और अभी मैं ये प्रार्थना कर, അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം സോൾവ് ആകും. सभी की आर्थिक कठिनाइयां उनसे हट जाए. ആമേൻ. ആമേൻ. പക്ഷെ ഒറ്റ ഇൻസ്ട്രക്ഷൻ തരിക. पर एक निर्देश मैं आपको देना चाहता हूं, കർത്താവിന് കൊടുക്കേണ്ടത് കർത്താവിന് കൊടുത്തിരിക്കണം. प्रभु को जो देना है वो जरूर प्रभु को ही देना. കർത്താവിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ കർത്താവ് ബ്ലെസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരു ലിമിറ്റഡ് ബ്ലെസ്സിങ് ആയിരിക്കും, അബണ്ടൻസ് ആയിരിക്കത്തില്ല. प्रभु को जो देना है वो दिए बिना अगर आप आशीषित होना चाहते हो तो वो आशीष सीमित रहेगी, वो भरपूरी में नहीं रहेगी. ആമേൻ. നമുക്കെന്താ വേണ്ടേ? ഒരു അബണ്ടൻസ് വേണം. हमको क्या चाहिए? हमें भरपूरी चाहिए. കാരണം കർത്താവ് കാനാവിലെ കല്യാണത്തിന് ആളെ എണ്ണിയിട്ട് 30 ഗ്ലാസ് വീഞ്ഞു അങ്ങനെയാണോ കൊടുത്തത്? परमेश्वर प्रभु ने क्या काना के उस शादी में 30 लोग ऐसा गिनती कर कर वहां पर कार्य किया? ആണോ? അല്ല. नहीं. എനിക്ക് അപ്പച്ചനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. मुझे मेरे पिता वहां पर बहुत पसंद आए. ഇപ്പം നമുക്ക് അറിയത്തില്ല, പണ്ട് എങ്ങനെയായിരുന്നു കല്യാണം. अभी नहीं, पहले शादी ऐसे थी 3-4 ട്രിപ്പായിട്ട് ആളുകൾ ഫുഡിന് കഴിയും. जो है खाने के लिए लोग 3-4 जो है दौर. അപ്പം എന്താണെന്നറിയോ? ആദ്യത്തെ ഇരിക്കുന്നതെല്ലാം മെയിൻ ആളുകളാണ്. तो पहले जो ग्रुप बैठते हैं वो सबसे प्रधान लोग हैं. രണ്ടാമത് വീട്ടുകാരാ. दूसरे घर वाले लोग हैं. മൂന്നാമത് അയൽവക്കക്കാരാ. तीसरे पड़ोसी लोग हैं. ലാസ്റ്റിലെ കോമൺ ആളുകളാണ്. और चौथा जो झुंड है वो साधारण सामान्य लोग हैं. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ,
ഒന്നാമത്തെ പന്തിക്ക് നമ്മളിത് വെച്ചാൽ ഒന്നാമത്തേതിന് അവിടെ വീഞ്ഞുണ്ടായിരുന്നു. तो हम देखे तो वहां के पहले ग्रुप के लिए वहां पर दाखरस था മെയിൻ ആളുകൾ അച്ചായൻ ഉണ്ടാക്കിയ വീഞ്ഞ് കുടിച്ചിട്ട് പോയി. और जो प्रमुख लोग हैं जो शेफ ने बनाया वो उन्होंने पिया. നോ കുടുംബത്തിലെ അച്ചായൻ ഉണ്ടാക്കി. जो है परिवार के पिता ने बनाया. അപ്പോൾ രണ്ടാമത്തെ ഇതിൽ കുടുംബക്കാരും അച്ചായൻ്റെ വീഞ്ഞ് കുടിച്ചു വെച്ചു. दूसरे झुंड जो परिवार के लोग बैठे उन्होंने भी उस पिता ने बनाया वो पिया. മൂന്നാമത് അയൽവക്കക്കാരും അച്ചായൻ്റെ വീഞ്ഞ് കുടിച്ചു വെച്ചു. पड़ोसी लोगों ने भी उस पिता ने बनाया उस ഇപ്പൊ दाखरस को ആരും पिया. മൈൻഡ് ചെയ്യാത്ത സാധാരണക്കാരാ നാലാം പന്തി. पर चौथे झुंड में वो सामान्य लोग हैं जिस पर कोई ज्यादा ध्यान नहीं है. അവിടെ വിളമ്പാൻ വീഞ്ഞില്ല. वहां पर देने के लिए दाखरस नहीं है. അത് വിളമ്പാൻ Amen. അപ്പൻ ഇറങ്ങി വന്നു. वहां देने के लिए पिता उतर कर आया. ആമേൻ ആമേൻ. നമ്മുടെ അപ്പച്ചന് ഒന്നും രണ്ടുമല്ല, അപ്പച്ചൻ ധാരാളിത്തത്തിന്റെ ആളാ. हमारे स्वर्गीय पिता के पास सिर्फ एक या दो नहीं पर उसके पास भरपूरी में है. ഹാഗാറിനും പൈതലിനും കൂടി ഒരു കൂജ വെള്ളം മതി. और हागार और बच्चे को शायद एक जो है बर्तन पानी काफी അപ്പച്ചൻ था. തുറന്നങ്ങിട്ടെന്ന് पर पिता ने उस स्रोत को ही ഇപ്പൊ खोल നിനക്ക് दिया. വേണേലും പോയി കുടിക്കാം. आप भी जाकर शायद वो पी सकते हो. ആമേൻ आमेन. ആമേൻ. പ്രവാചകൻ എന്താ പറഞ്ഞേ നബി പ്രവാചകന്റെ ഭാര്യയോട്? और उसने उस पत्नी से क्या उसके पत्नी से കടം क्या മാറണല്ലേ? कहा? तेरा उस औरत से क्या कहा? तेरा എന്താ उधार പറഞ്ഞേ? हटना है. പ്രവാചകന്റെ ഭാര്യയോടാ പറഞ്ഞത്. जो है नबी के चेले की पत्नी से कहा. മറ്റൊരു പ്രവാചക ശിഷ്യന്റെ ഭാര്യയോട് പ്രവാചകൻ ദൂത് പറയാ. एक नबी दूसरे नबी के चेले के पत्नी से कह रहा है. എന്തോ പറയുന്നേ? क्या कह रहा है? ആമേ, നിനക്കെന്താ ബുദ്ധിമുട്ട്? तेरी तकलीफ क्या है? കടമുണ്ട്. तेरा उधार है. നിന്റെ എന്തുണ്ട്? तेरे पास क्या है? ഒരു ഭരണ എണ്ണ, एक बर्तन तेल है. അത് മതി. वो काफी है. നീ മറ്റു പാത്രം കൊണ്ടുപോവാ. तू और भी बर्तनों को ला. പക്ഷെ ഒരു കാര്യം, पर एक बात, പാത്രം കുറയല്ല. तेरा बर्तन में कमी ना आए. ഇത് കടം തീരാൻ മാത്രമുള്ള ഉറവയല്ല, ये स्रोत सिर्फ तेरे कर्जे को पूरा करने നിന്റെ के लिए എൻ്റെ ലൈഫിനുള്ളതാ. नहीं, पर तेरे पूरे जिंदगी भर के लिए ഒരു ധാരാളിത്വം സംഭവിക്കണം. एक भरपूरी यहाँ प्रकट होना है. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, हम जिस परमेश्वर पर विश्वास करते हैं, നമ്മൾ ആരാധിക്കുന്ന ദൈവം हम जिस परमेश्वर की आराधना करते हैं, ഞെരുക്കുന്ന ദൈവമല്ല, वो हमें कमियों में रखने वाला परमेश्वर नहीं, അനുഗ്രഹിക്കുന്ന वो ദൈവം. हमें आशीषित करने वाला परमेश्वर है. आमेन. അപ്പനായ ദൈവം മകനായ പോളിനോട് സമ്പത്ത് വേണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. पिता परमेश्वर ने कभी अपना बेटा जो पौलोस जो है उससे ये नहीं कहा कि धन तेरे लिए अच्छा नहीं है. പോളാ വേണ്ടെന്ന് വെച്ച്. पर पौलोस ने बोला कि मुझे नहीं चाहिए. അപ്പൊ അപ്പം പറയുക, तब पिता कहता है, നിനക്ക് പണം വേണ്ടെങ്കിൽ तुझे पैसा नहीं चाहिए ഞാൻ तो കൃപ ധാരാളം തരും. मैं तुझे कृपा പക്ഷെ अधिक तौर से എന്തേലും ഒരു ധാരാളിത്വം നിനക്കൊണ്ടാണ്. पर कुछ तो बात में एक भरपूरी तेरे जिंदगी में होना. ആമേൻ. वाह. ചിലർക്ക് കൃപേ ഇല്ല, ഞെരുക്കവും വേണം. कुछ लोगों के അതാ ആത്മീയത. कुछ लोगों के जिंदगी में कृपा की भरपूरी भी नहीं है और दरिद्रता है और वो उसे आत्मिक കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. सोचते हैं. प्रभु ऐसा नहीं കർത്താവ് അങ്ങനെ कहता. പറഞ്ഞിട്ടില്ല. प्रभु ऐसा नहीं कहता. ഈ ബൈബിളിൽ സമ്പത്തില്ലാത്തൊരവസ്ഥ കർത്താവ് ആരോടും പറഞ്ഞിട്ടില്ല. और इस बाइबल में प्रभु ऐसा कभी नहीं कहता कि एक व्यक्ति को जो है എന്നോട് धन പറഞ്ഞ नहीं होगा. ആദ്യം കർത്താവ് കൂടെ നടക്കാൻ ശ്രമിച്ചത് അബ്രാമ, ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. और परमेश्वर पहले इब्राहिम के साथ चलने लगा, वो सबसे धनी व्यक्ति ഇസാക്ക് बना. സമ്പന്നനായിരുന്നു. इसहाक धनी व्यक्ति बना. ഇസ്രായേൽ സമ്പന്നനായിരുന്നു. इस्राएल धनवान बना. ഒന്നുമില്ലാത്ത യോസേഫിനെ പിടിച്ച് മന്ത്രിയാക്കി സമ്പന്നനാക്കി. यूसुफ जिसके पास कुछ नहीं था वो राज्य का मंत्री बन गया. ഒരു സമ്പത്ത് കയ്യിലില്ല മോശ, പക്ഷെ എന്തും ഉണ്ടാക്കികള്. मूसा के पास धन नहीं है पर वो कुछ भी बना सकता है. സ്ക്വാഷ് ഉണ്ടാക്കും പുള്ളി. वो जो है जूस बनाता है. എന്താ ചിരിക്കുന്നത്? क्या हंस रहे हैं? ഒരു കൊമ്പ് എടുത്തിട്ടിട്ട് സ്ക്വാഷ് അങ്ങ് ഉണ്ടാക്കുക. उसने एक जो है लकड़ी को तोड़कर डाला और वो वहां पर जूस पानी പിന്നെ അവരെ बन गया. കുടിപ്പിക്കുന്ന വെള്ളമല്ല, और फिर वो सादा पानी नहीं पी रहे, സ്ക്വാഷാ वो കുടിപ്പിക്കുന്നത്. जो है मीठा पानी जो है हाँ। जूस पी रहे हैं, പാറേന്ന് വെള്ളം ഉണ്ടാക്കും. जो है चट्टान से पानी पी रहे हैं. മേലോട്ട് നോക്കിയിട്ട് നല്ല ഒന്നാന്തര ഇറച്ചി ഉണ്ടാക്കി जब കൊടുക്കും. वो ऊपर देख रहे हैं तो अच्छा मांस मिल रहा है. ആമേൻ. आमेन. मांस मिल रहा है. എത്ര പേർക്ക് പിടി കിട്ടുന്നുണ്ട്? कितने लोग समझ पा रहे हैं? പിന്നെ ഒരു നീതിമാനായ മനുഷ്യൻ്റെ കൂടെ ചുമ്മാ ഇരുന്നിട്ട് അവനെ
അവിടുത്തേക്ക് ഏറ്റവും വലിയ സമ്പന്നാക്കി. അതാ യോബ്. और एक धर्मी व्यक्ति के साथ बैठा और उसे सबसे धनवान व्यक्ति बना दिया, उसका नाम है आयुब। ദാവീദ് എന്നോ സമ്പന്നനാ, दाऊद कितना धनवान था, ശലോമോൻ സമ്പന്നനാ. सुलेमान कितना धनवान था। ആരാ ഇവിടെ ഞെരുങ്ങി പട്ടിണി കിടന്നോന്ന് പറഞ്ഞ? ऐसे आप मुझे बताएं, इनमें से कौन कमी घटी में रहकर दरिद्रता ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചെന്ന് പറഞ്ഞു എന്നാ പിടിച്ചോടാന്ന് പറഞ്ഞു. एक रात पूरा मेहनत किया, अगला दिन എനിക്കൊന്നും भर കിട്ടിയില്ലെന്ന് പറഞ്ഞു. എന്നാ പിടിച്ചോ. तुझे कल रात कुछ नहीं मिला तो ये പക്ഷെ पकड़ വേറൊരു ले। പട കൂടെ കരുതിക്കോണം. तो ये जब भरूंगा अगला नाव भी तैयार कर ले, നിന്റെ പടക് മാത്രം പോരാ, सिर्फ तेरा नाव വേറൊരു नहीं, പട കൂടെ കരുതിക്കോണം. और एक नाव को भी तू अपने पास ले ले। आमेन ആമേൻ, ആമേൻ. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട് ഇത്? लोग समझ पा रहे हैं। ഇവിടെ സമ്പന്നനായ പോളിനെയാ കർത്താവ് കയറി തൊട്ട്. और वो पौलोस जो धनवान था, उस पौलोस को सिंपल परमेश्वर ने ആളല്ല. छुआ। वो साधारण व्यक्ति नहीं था, ബുദ്ധിയുള്ള, जो है बुद्धिमान था, വിദ്യാഭ്യാസമുള്ള, पढ़ा लिखा हुआ, കഴിവുള്ള, जो काबिलियत है, സമ്പന്നനായ, धनवान है, ഹൈ കാസ്റ്റ് ആയ जो है उच्च स्थान पर था, പോളിനെ കയറി തൊട്ടു. उस पौल को प्रभु ने കർത്താവ് छुआ। തൊട്ട് കഴിഞ്ഞപ്പോ പുള്ളിക്ക് മനസ്സിലായി ഇതൊന്നിനും വിലയില്ലെന്ന്. जब प्रभु ने उसे छुआ, वो जान गया कि इसका അത് कोई मायने नहीं। പോള് മനസ്സിലാക്കിയതാ. वो पौल ने खुद से समझ कर लिया। ഫാമിലി വലിയ കാര്യമല്ല, परिवार जो है बड़ी बात സമ്പത്ത് नहीं, വലിയ കാര്യമല്ല, धन बड़ी बात नहीं, പഠനം വലിയ കാര്യമല്ല, पढ़ाई लिखाई बड़ी बात नहीं, കഴിവും പ്രൗഢിയൊന്നും വലിയ കാര്യമല്ല. काबिलियत और उसका कोई गर्व करना मायने नहीं പുള്ളി रखता। പറഞ്ഞു എനിക്കിപ്പോ വിലയുള്ളതായിട്ട് തോന്നുന്നു കൃപയാ. और वो कह रहा है अभी मेरे जिंदगी में मायने रखने वाली बात है കർത്താവ് परमेश्वर നീ की ടെൻഷൻ कृपा। അടിക്കണ്ട, प्रभु ने कहा അതിൽ ഞാൻ നിന്നെ അങ്ങ് സമ്പന്നനാക്കിയേക്കാം. प्रभु कहता है उस विषय में मैं तुझे धनवान അതുകൊണ്ട് बनाऊंगा। കർത്താവ് അവനോട് പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി. इसके लिए प्रभु ने उससे कहा അത് कि मेरी कृपा काफी है। ബലഹീനതയിൽ തികഞ്ഞു വരും. वो बलहीनता में सिद्ध बन आमेन। रहा है। आमेन। കർത്താവിന് അറിയാം നിന്റെ കണ്ണ് ഏത് സമ്പത്തിലാ പോയെ, അതനുസരിച്ച് തരാൻ കർത്താവിനറിയാം. प्रभु जानता है कि आपकी नजर किस धन पर गई, उसके हिसाब से वो आपको धनवान बना सकता है। ആമേൻ. आमेन। പിന്നെ പുള്ളിക്ക് സമ്പത്ത് വേണ്ടായിരുന്നു, കാരണം പുള്ളി കൂടുതൽ സമയം ജയിലിൽ കിടക്കാൻ ആഗ്രഹിച്ച ആളാണ്. और पौलोस को धन की ज्यादा जरूरत नहीं थी, क्योंकि वो खुद से ही ज्यादा समय बंदी गृह में रहना चाहता था। അതിന് കാരണം പറയാം. इसका कारण है, നമ്മൾ ഒരു പ്രാവശ്യം ജയിലിൽ കിടന്നാൽ പിന്നെ മേലെ പോകാതിരിക്കാനേ ശ്രമിക്കുള്ളൂ അല്ലേ? अगर हम में से कोई भी एक बार जेल में जाए तो हम फिर से ना जाए, ऐसे ही हम जो है अपनी जिंदगी को बनाए रखते हैं। ഞങ്ങളുടെയൊക്കെ ഇരിപ്പുണ്ട്. അയ്യോ നിങ്ങൾ ജയിലിൽ പോയിട്ടില്ല എനിക്കറിയാം, आप जेल में तो गए नहीं हो, പക്ഷേ പലരുടെയും ഓഫീസ് ജയിലാ. पर बहुत लोगों के ऑफिस जेल के जेल समान बोला। है। जेल के समान अनुभव ചില होता है। ബോസുമാര് ജയിലറാ. कुछ जो है बॉस जेलर के जैसे आपसे बर्ताव करते അല്ല हैं। ചിരിക്കാനാ, കറക്റ്റ് അല്ലേ? सही है या नहीं? നമ്മൾ ആഗ്രഹിക്കുന്ന എങ്ങനെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാനാണ്. हम ये सोचते हैं कि कैसा भी कर कर वहां से निकलना है। മനസ്സിലാകുന്നുണ്ടോ? क्या हम समझ पा रहे हैं? പക്ഷെ ഈ പുള്ളി ഒന്ന് കഴിഞ്ഞിട്ട് മറ്റേത് ചോദിച്ചു മേടിക്കുക. पर पौलोस ऐसा व्यक्ति है कि एक बंदी गृह के बाद दूसरा मांग कर ले रहा है। കാരണം എന്താണെന്നറിയോ, പുള്ളിക്കറിയാം ഓനേസിമോസ് പോലെയുള്ള പുള്ളികളെ കിട്ടണമെങ്കിൽ ജയിലിൽ പോയാലേ കിട്ടും. क्योंकि पौलोस जानता है उनेसिमोस के समान अगर व्यक्तियों को प्रभु के लिए पाना है तो बंदी गृह में जाना ही पड़ेगा। കാരാഗ്രഹ പ്രമാണിയെ അവിടെ അല്ലാതെ പിന്നെ എവിടെ ചെന്നാലും കാണാൻ പറ്റും. बंदी गृह के अधिकारी को बंदी गृह में ना मिले तो और कहां पर അതുകൊണ്ട് मिलेगा? പുള്ളി പോകാൻ റെഡിയാ. इसके लिए पौलोस जाने के लिए അങ്ങനെയുള്ള तैयार ഒരു है। മനുഷ്യന് വേണ്ട സാധ്യത പൈസയല്ല, वैसा एक व्यक्ति को धन की जरूरत അവന് नहीं, വേണ്ടത് കൃപയാ. उसको कृपा की അവന് जरूरत വേണ്ടത് है, അഭിഷേക. उसे अभिषेक की जरूरत എത്ര है। പേർക്ക് മനസ്സിലാകുന്നു? आमेन। ആമേൻ, ആമേൻ, आमेन। ആമേൻ. അപ്പോൾ കർത്താവ് ഈ വർഷം നമുക്ക് തരാൻ പോകുന്നത് ബ്രേക്ക് ത്രൂ. तो परमेश्वर इस साल हमको वो छुटकारा देने वाला है। കർത്താവ് എന്ത് തന്നാലും ധാരാളമായിട്ട് തരും. परमेश्वर जो भी देता है वो भरपूरी में देता है। എത്ര പേര് വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് പറ, दोनों हाथ उठाकर स्वर्ग के और ഈ उठाकर വർഷം बोले, ഞാൻ സ്വതന്ത്രമാകും. ये साल में आजाद हो जाऊंगा। ഫിനാൻഷ്യൽ മേഖലയിൽ ഞാൻ സ്വതന്ത്രനാണ്. आर्थिक परिस्थिति में मैं आजाद हो जाऊंगा। നിങ്ങളുടെ ഭാഗമുണ്ടത് പറയണം. आपके मुंह से आप बोले യേശുവിന്റെ നാമത്തിൽ यीशु के नाम में തകർച്ചകളല്ല
ഞാൻ കാണാൻ പോകുന്നത്. मैं तबाहियों को नहीं देखने वाला, ഞാൻ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കാണാൻ പോകും. मैं आर्थिक छुटकारों को देखने वाला हूं। ഇത് ആരോടൊക്കെയോ പ്രവചനമായിട്ട് വരിക. ये कुछ लोगों के ऊपर नबूवत की वाणी बनकर आ ബ്രേക്ക് रही ത്രൂ है। കാണാൻ പോവാ. यो आप देखने वाले हो, Breakthrough छुटकारे കാണാൻ പോവാ. को। आप छुटकारा देखने वाले हो। നീ കാലുകുത്തുന്നതിന്റെ അടിയിൽ, ഈ ഭൂമിക്കടിയിൽ സ്വർണം വെച്ച ദൈവമാണ് നമ്മുടെ ദൈവം. आप जिस जमीन पर पैर रखते हो उस जमीन के नीचे सोने को संभाल कर रखने നമ്മൾ वाला പോയി परमेश्वर കണ്ട് है। രസിച്ച കടലിനടിയിൽ രത്നങ്ങൾ വെച്ചവനാണ് നമ്മുടെ ദൈവം. और उस समुद्र के नीचे जो है आशा का बहुमूल्य तना। पत्थरों को रखने वाला परमेश्वर है, हमारा परमेश्वर। അതുകൊണ്ട് നിന്റെ വിരൽ തുമ്പിൽ ആ നന്മ കൊണ്ട് തരാൻ, इसके लिए आपके हाथ के सामने उस आशीष को लाकर रखने നിന്റെ के लिए, വിരൽ തുമ്പിൽ ആ നന്മ കൊണ്ട് തരാൻ, आपके उंगली के पास उस आशीषों को लाकर അതിന്റെ रखने के लिए, ധാരാളിത്വം നിനക്ക് തരാൻ वैसा एक भरपूरी आपको നമ്മുടെ देने के लिए ദൈവം വിശ്വസ്തനാ. हमारा परमेश्वर विश्वास ആമേൻ. आमेन। ആമേൻ. കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ. परमेश्वर आपको आशीषित रखे। പക്ഷേ ഒരു കാര്യം पर एक बात ഞാൻ ഒന്നുകൂടെ പറയും, और एक बार कहता हूँ, കർത്താവിന് കൊടുക്കേണ്ടത്, प्रभु को जो देना है, കർത്താവ് പണക്കൊതിയനൊന്നുമല്ല. परमेश्वर पैसे का लालची नहीं। സ്വർഗത്തിൽ നമ്മുടെ പൈസയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി സ്ഥലമൊന്നും. स्वर्ग में हमारे पैसे को जमा करके रखने का कोई जगह नहीं। ആമേൻ. നമ്മൾ ഈ രാജ്യത്തിൻ്റെയൊക്കെ എക്കണോമി നമ്മൾ നോക്കിയാൽ ആ എക്കണോമി എല്ലാം കർത്താവ് ഇവിടെ വെച്ച സ്വർണത്തിൻ്റെ പേരിലും പെട്രോളിൻ്റെ പേരിലും പിന്നെ രത്നങ്ങളുടെ പേരിലും എല്ലാത്തിൻ്റെ എക്കണോമിയുടെ സ്റ്റാൻഡേർഡ് പോകും. हर एक राज्य की जो है इकोनॉमी देखे, आर्थिक परिस्थिति देखे, वो सब परमेश्वर ने यहाँ रखी हुई पेट्रोल, सोना, दागिने उसके आधार पर बढ़ती जाती है। അല്ലാതെ ഈ മനുഷ്യനൊന്നും ഉണ്ടാക്കിയതിൻ്റെ പേരിലല്ല അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ് പോകും. और किसी भी राज्य की आर्थिक परिस्थिति मनुष्य ने कुछ बनाया उसके आधार पर नहीं। ഇപ്പം കുവൈറ്റിലെ പൈസയ്ക്ക് ഭയങ്കര വിലയാണ്. അതിൻ്റെ കാരണം എന്തോ, അതുപോലെ പെട്രോൾ അവിടെ ഉണ്ട്. और कुवैत के जो है करेंसी को ज्यादा दाम है क्योंकि वहाँ उतना पेट्रोल है, ഓയിൽ അവിടെ ഉണ്ട്. तेल उतना ज्यादा वहाँ पर। ഗൾഫ് കൺട്രീസിൻ്റെ എല്ലാം സ്റ്റാൻഡേർഡ് അവരുടെ എല്ലാ പൈസയും നമ്മുടെ പൈസയേക്കാൾ വലുതാണ്. അതിൻ്റെ കാരണം എന്താ, അവിടെ ഓയിലുണ്ട്. गल्फ कंट्रीज में सभी जगह पर हम हमारे करेंसी से ज्यादा उनका ചില करेंसी का मूल्य ചില है। രാജ്യങ്ങളിൽ സ്വർണ്ണമുണ്ട്, कुछ राज्यों में सोना है, മനസ്സിലാകുന്നുണ്ട്. ചിലയിടത്ത് രത്നങ്ങളുണ്ട്. कुछ जगह पर बहुमूल्य पत्थर है। ആമേൻ. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കി. तो हम ये ഇപ്പോൾ ഈ समझ। ബോംബെയിൽ എന്തോ ഈ സ്റ്റാൻഡേർഡ് ഇത്രയും ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ഉണ്ട് ഇവിടെ. और मुंबई का ले। औदा क्या है, यहाँ पर बहुत बिजनेस है। ഈ ബിസിനസ്സിന് റോൾ ചെയ്യാനുള്ള പൈസ എവിടുന്ന ഉണ്ടാകുന്നത്? ഇതെല്ലാം ഇവിടുന്ന. बिजनेस में बढ़ाने के लिए पैसे कहाँ से आते हैं? इस मार्गों से आते ഈ हैं। സമ്പത്തിന്റെ എല്ലാം പുറകിൽ ആരുടെ കരവാ? കർത്താവിന്റെ കരവാ. तो इस धन के पीछे किसका हाथ है? परमेश्वर का हाथ है। അത് കർത്താവ് സ്വർഗത്തിൽ എടുത്ത് വെക്കേണ്ട സാധനം എടുത്ത് ഭൂമി വെച്ച എന്തിനാ? അത് നമുക്ക് വേണ്ടി വെച്ചാ. और प्रभु ने वो जो है धन को जमीन के नीचे क्यों रखा? हमारे लिए रखा। അല്ലേ? എന്നിട്ട് നമ്മളിവിടെ ടാറിടുന്ന പോലെ സ്വർഗത്തിലെ അപ്പച്ചൻ സ്വർഗത്തില് സ്വർണം വെച്ച് ടാറിട്ടു. और जैसे हमने यहाँ पर रोड पर टार लगाया है, वैसा परमेश्वर ने स्वर्ग में सोने से रास्ते को तार कर दिया है। കാരണം അവിടെ അതത്രേ ഉള്ളൂ. क्योंकि स्वर्ग അവിടെ में സ്വർണത്തിന് നമുക്ക് ചവിട്ടാനുള്ള വല്ലേ ഉള്ളൂ. स्वर्ग में सोना हमारे पैर के नीचे रहने का मूल्य है। അമ്മേ അമ്മേ, ഞാൻ ഈ പറഞ്ഞ പിടി കിട്ടിയോ? क्या हम समझ पा പക്ഷെ रहे हैं? ഇവിടെ അത് വിലയുള്ളതാ. पर यहाँ पर सोने को मूल्य അത് है നമുക്ക് വേണ്ടി തന്ന. और वो हमारे लिए दिया है। അമ്മേ आमेन അമ്മേ. आमेन। സ്വർണം ആർക്ക് വേണ്ടി തന്ന? सोना किसके लिए दिया है? അമ്മേ, हमारे നമുക്ക് വേണ്ടി തന്നു हमारे लिए दिया है। കേട്ടോ. അതുകൊണ്ട് വേണ്ടെന്നൊന്നും പറഞ്ഞേക്കല്ല. पैसा എനിക്ക് हो, सोना हो, അതെൻ്റെ കർത്താവിൻ്റെ നന്മയാണ്, അതെനിക്കൊരു ഇഷ്ടമാണ്. प्रभु मुझे वो आशीष में देता है, मैं वो स्वीकार कर लूंगा। അമ്മേ, आमेन। ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? क्या आप समझ पा रहे हैं? നമ്മളെ ഞെരുക്കത്തിലും പട്ടിണിയിലും കിടക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നേ ഇല്ല. परमेश्वर ये कभी नहीं चाहता कि हम गरीबी में या कमी घटी में जिए। നമ്മളുടെ തോട്ട് പ്രോസസ് അനുസരിച്ചിട്ടാണെങ്കിൽ ഇയ്യോബിൻ്റെ ഇതെല്ലാം നശിപ്പിച്ചേച്ച് ഇരട്ടിയായിട്ട് കൊടുക്കേണ്ട ആവശ്യം ദൈവത്തിനില്ല. और हमारे सोच की प्रक्रिया में देखे तो आयुब का सब नष्ट करा के उसे दुगना देने का कोई जरूरत नहीं കർത്താവ് था। കൊടുത്തപ്പോൾ പഴയ പോലല്ല, ഇരട്ടിയായിട്ട് കൊടുത്തു. परमेश्वर ने जब उसको लौटा कर നമ്മുടെ दिया, തോട്ട് പ്രോസസ് അനുസരിച്ച് കുറച്ച് കുറച്ച് കൊടുക്കണം. परमेश्वर ने जब उसको लौटा कर दिया, सब दुगना കാരണം അവൻ और ചെറുത് भरपूरी में दिया। പഠിക്കാനുണ്ട്. क्योंकि हम सोचते हैं कि थोड़ा थोड़ा देना चाहिए, क्योंकि हमारे सोच में ये है उसे कुछ कुछ सीखना है। കർത്താവ് ധാരാളമായി കൊടുക്കുന്നു. परमेश्वर भरपूरी में देता है। നമ്മളെ പഠിപ്പിക്കാൻ കർത്താവിന് അറിയാവുന്നു. परमेश्वर जानता है कि हमें कैसे सिखाए। ഇവിടെ
മക്കളുള്ള അപ്പനമ്മമാരൊന്ന് കൈ ഉയർത്തിക്കും. മക്കളുള്ള ऐसे माता पिता जिनके बच्चे हैं अपने हाथ उठाए, ഒന്ന് ഉയർത്തി, നല്ലതായിട്ട് ഉയർത്തി. अच्छे से उठाए. സംശയമാണോ നിങ്ങളുടെ മക്കളെ? क्या आपको शक है कि आपका बच्चा ഞാൻ है या നിങ്ങളോട് नहीं? ചോദിക്കുക, आपसे मैं पूछता हूँ, കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു जब वो छोटे बच्चे थे, ഒത്തിരി കുരുത്തക്കേടുണ്ടാവും. बहुत मस्ती करते थे, നിങ്ങൾ അടിച്ചിട്ട് ആഹാരം കൊടുക്കാതിരിക്കുമോ? आपने कभी उनको मारकर खाना नहीं दिया, ऐसा हुआ है क्या? ഇരിക്കുമോ? ऐसा हुआ है? എത്ര ദിവസം ഇരിക്കുമോ? कितना दिन ऐसा बैठ पाओगे? അവർക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, वो एक बात जानते हैं, നിങ്ങൾ കഴിക്കാതിരിക്കും, आप खाए बिना बैठोगे, ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ വിശന്നിട്ട് ഓടി വന്ന് കഴിക്കുമെന്ന് പറയും. पर 2 घंटे बाद आप खुद आकर खाओगे, ये आप वो जानते हैं. സ്കൂളിലുള്ള സാധനം എല്ലാം കൊടുക്കത്തില്ലേ? स्कूल के लिए जो भी जरूरत है वो सब आप देते हो. ഇല്ലേ? यस. എടാ, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെങ്കിൽ അതിനേക്കാൾ ബുദ്ധി ഇല്ലാത്തവനാണോ നമ്മുടെ ദൈവം? अगर जो है धरती के माता पिता को इतना दिमाग है, तो हमारा स्वर्गीय पिता क्या उतना भी उसका दिमाग नहीं? ഇന്ന കുഴപ്പമുണ്ട്, അതുകൊണ്ട് അവൻ പട്ടിണി കിടക്കട്ടെ, ഇങ്ങനെ പറയോ ദൈവം? तो क्या परमेश्वर कभी ऐसा कहेगा कि उसके जिंदगी में ये प्रॉब्लम है, ये उसमें बुराई है, तो ये प्रॉब्लम उसकी जिंदगी അവന് में ഇന്ന रहने दो? കുഴപ്പമുണ്ട്, ഇച്ചിരി അഹങ്കാരം, അതുകൊണ്ട് ഇച്ചിരി പൈസ കുറച്ചു കൊടുത്താൽ മതി. क्या प्रभु कभी ऐसा कहेगा कि वो थोड़ा अहंकारी है, उसकी जिंदगी में ये कमी घटी रहने दो? നമ്മൾ പറയോ? ഇല്ല. क्या हम പക്ഷെ ऐसा ദൈവം बोलेंगे? പറയും. पर प्रभु ऐसा कहेगा? हम ഇതെന്തോ തിയോളജിയാന്ന് എനിക്കറിയത്തില്ല. ये कौन सा पवित्र शास्त्र है, मुझे नहीं पता. കർത്താവ് ചെയ്യത്തില്ല അങ്ങനെ. परमेश्वर कभी ऐसा नहीं करेगा. പക്ഷെ കർത്താവ് ഒരു കാര്യം ചെയ്യും, पर प्रभु एक कार्य करेगा. ബോധമില്ലാതെ ഉപയോഗിക്കുന്നവർക്ക് എടുത്തു കൊടുക്കത്തില്ല. जो धन या इन चीजों को बिना सोचे इस्तेमाल करता है, उनको ऐसे उठा कर नहीं देगा. നശിപ്പിക്കുന്നവരുടെ കൈ കൊടുക്കത്തില്ല. जो चीजों को नाश कर देते हैं, അത് उनको उठा कर नहीं देगा. ഉപയോഗിക്കുന്നവരുടെ കൈ ദൈവം കൊടുക്കും. जो सही से उपयोग करते हैं, उनके हाथों में और देगा. ആമേൻ, आमेन, ആമേൻ. आमेन. എത്ര പേർക്ക് മനസ്സിലാവുന്നു? कितने लोग समझ पाए? അതുകൊണ്ട് നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറ്റിയെങ്കിൽ കർത്താവ് തരുന്നത് പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. तो हम सोचने का तरीका बदले तो ही प्रभु जो देता है उसका सही उपयोग പ്രോപ്പറായിട്ട് ഉപയോഗിച്ചാൽ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കും. सही से अगर उपयोग करे तो भरपूरी में प्राप्त करते रहे. ആമേൻ, आमेन, ആമേൻ. आमेन. അത് മനസ്സിലായല്ലോ? तो हम समझे. അതുകൊണ്ട് കർത്താവിന് കൊടുക്കുന്ന കാര്യത്തിനകത്ത് ഒരു വീഴ്ചയും വരുത്തില്ല. तो प्रभु को देने के बाद में कोई समझौता ना करे. അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ദൂത് കയറി വരുമ്പോൾ അത് പറയാറുണ്ട്. मैं नबूवत के रूप में ये കർത്താവ് आपसे ഒരു बात ദിവസം അത് മാത്രമായിട്ട് പ്രസംഗിക്കാൻ പറയുമ്പോൾ പറയാം, അന്ന് അറിയാം ആരൊക്കെ എന്നെ സ്നേഹിക്കുന്നത്. और जिस दिन प्रभु कहेगा कि वही प्रचार करो, तभी समझेगा ഒരു कितने लोग കാര്യം मुझसे प्यार करते ഒരു हैं. കാര്യം ഞാൻ പറയാം, एक बात मैं कहता हूं, നിങ്ങൾക്ക് തരുന്ന സകല നന്മയുടെയും ദശാംശത്തെ കയറി നിങ്ങൾ തൊട്ട് കളിക്കല്ല. प्रभु आपको जो भी आशीष देता है, उस आशीष के दशांश में कोई समझौता नहीं करना. അതുകൊണ്ട് ഈ ചർച്ചിനകത്തുള്ള എല്ലാവരും इस कलीसिया में के सभी लोग അവരുടെ നന്മയിൽ സകലതിലും പ്രോപ്പറായിട്ട് ദശാംശം കൊടുത്തിരിക്കണം. आपको जो प्रभु आशीष देता है उसका सही दशांश आप योग्य रूप से देना. ആമേൻ. आमेन. സന്തോഷം ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞു. खुशी है तो हाथ उठाकर आमेन कहे. എഗ്രി ആണല്ലോ? आप मानते हो मेरे बात को? ശ്രദ്ധിക്കുക, ध्यान से सुनना. നിങ്ങൾ ദശാംശം കൊടുക്കുന്നത് ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ടല്ല. आप जो दशांश देते हो वो आशीषित होने के लिए नहीं. ശ്രദ്ധിച്ചു കേൾക്കണം. ध्यान से सुनना. നിങ്ങൾ ദശാംശം കൊടുക്കുന്നത് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആകാൻ വേണ്ടിയാണ്. आप जो दशांश देते हैं वो आप सुरक्षित रहने के लिए देते हो. നിങ്ങളുടെ സമ്പത്ത് 90% ഉണ്ടല്ലോ, 10% ദശാംശം കൊടുക്കും. ബാക്കി 90% നിങ്ങളുടെ നന്മകളും പ്രൊട്ടക്റ്റഡ് ആകാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് ദശാംശം. आपके आशीष के 100% में से आप 10% देते हो, तो वो बाकी का 90% को सुरक्षित रखने के लिए आप ये 10% दशांश देते हो. ആമേൻ. आमेन. ഈ 90 അല്ലേ, പ്രതിശത. 90% പിന്നെ നിങ്ങൾ എന്തൊക്കെ ദൈവത്തിന് ചെയ്യുന്നോ അത് ഫുള്ള് പിന്നെ കർത്താവ് ബ്ലെസ്സിങ് ആയിട്ട് തരാൻ പോകും. आमेन. और फिर आप इस 90% में से जो भी प्रभु के लिए देते हो, वो सब आपके लिए आशीष बनकर लौटाया जाता है. ലോകത്തിലെ ഏറ്റവും അധികം വിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്ത പേസ്റ്റിന്റെ പേരെന്തോ? और इस दुनिया भर में जो है बिकने वाला, अंगीकार किया जाने वाला टूथपेस्ट कौन सा है? കോൾഗേറ്റ്. कोलगेट है. അതൊരു ബിലീവറിന്റെ. वो एक विश्वासी का है.
അദ്ദേഹം എങ്ങനെ കൊടുക്കുന്നതെന്നറിയോ? वो उनका दान अर्पण कैसा है पता है? 90% ദൈവത്തിനും 10% പുള്ളിക്കും. वो उनके प्रॉफिट का 90% परमेश्वर को देता है, 10% अपने के लिए उपयोग करता है। ഇപ്പോഴും അത് ലാഭത്തിൽ ഓടുന്ന കമ്പനിയാണ്. और अभी भी वो कंपनी प्रॉफिट में दौड़ रहा है। അവർ പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. वो नए प्रोडक्ट्स को निकाल रहे हैं। അപ്പം പൈസയല്ല ഒരു ബ്ലെസ്സിങ്. तो पैसा नहीं है केवल एक आशीष। നമ്മുടെ കയ്യിലുള്ള സേവിങ് അല്ല ബ്ലെസ്സിങ്. तो हमारी जमा पूंजी नहीं है हमारी നമ്മൾ केवल ദൈവത്തിന് കൊടുക്കുന്നത് ആ ബ്ലെസ്സിങ്. आमीन। हम जो प्रभु को देते हैं वो അതാണ് हमारा आशीष है। ബ്ലെസ്സിങ്ങിനെ തീരുമാനിക്കുന്നത്. वो हमारे आशीष का निर्णय करता है। ആമേൻ. आमीन। ആമേൻ. ദൈവത്തിന് കൊടുത്താൽ തകരത്തില്ല. प्रभु के लिए आप अगर दे तो आप ഇവിടുത്തെ कभी ഏത് तबाह नहीं ബാങ്കിലിട്ടാലും അവന്മാർ അടിച്ചോടുക്കും. होंगे। कौन से भी बैंक में डाले वो आपसे അതാ और ഇപ്പൊ चुराएंगे। ഇന്ത്യയുടെ അവസ്ഥ. भारत की अवस्था भी वैसी है। ആമേൻ. आमीन। സേഫാന്ന് പറഞ്ഞോട് ബാങ്കിൽ കൊണ്ടുവന്നിട്ടതും അടിച്ചോണ്ട് പോയി. ये बहुत सुरक्षित है ऐसा कहकर जो बैंक में डाला वो भी चुरा कर लेकर गए। ആമേൻ. അതുകൊണ്ട് ഇപ്പൊ ചിലര് വസ്തുവിൽ ഇത് ചെയ്യുക. इसलिए अभी कुछ लोग प्रॉपर्टी में इन्वेस्ट करते हैं। അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം വസ്തുവിന്റെ നടുവിൽ കൂടെ എന്നു വരുന്നു. തീർന്നില്ലേ? वैसा ही देखते हैं, वैसा सोचकर कुछ इन्वेस्ट करते हैं, देखते हैं कि नेशनल हाईवे उस प्रॉपर्टी के बीचों बीच से जा रहा है। അത്രയും പോയില്ലേ? वैसा वो प्रॉपर्टी എടാ നമ്മള് സുരക്ഷിതരല്ല. हम कितना പക്ഷെ ज्यादा അപ്പച്ചന് सुरक्षित കൊടുത്തേ. हैं। हम प्रभु को അപ്പച്ചന് दें। കൊടുത്തേ. आप प्रभु को दे। അപ്പ അപ്പച്ചന് കൊടുത്താ നീ ചിലയിടത്ത് സിംഹമാവും. पिता को अगर आप देंगे तो आप कुछ जगह पर सिंह बनेंगे। നീ ചിലയിടത്ത് രാജാവാകും. आप कुछ जगह पर राजा बनोगे। ചിലയിടത്ത് നീ ദൂതനാകും. आप कुछ जगह पर स्वर्गदूत बनोगे। ചിലയിടത്ത് നീ ശുശ്രൂഷകനാകും. आप कुछ जगह पर सेवक बनोगे। ചിലയിടത്ത് നീ റൂൾ ചെയ്യും. कुछ जगह पर आप प्रभुता आमीन। करोगे। आमीन। ഒരിക്കലും ചിന്തിക്കല്ലേ ഇത് ഉപദേശി കിട്ടാൻ വേണ്ടി പ്രസംഗിക്കുക. എനിക്ക് നിങ്ങൾ തരണ്ട. ऐसा कभी नहीं सोचना कि तुम आपसे और ज्यादा मिल पाए इसके लिए मैं നിങ്ങൾ എനിക്ക് कह വേണ്ടി रहा ഒന്നും हूं। തരല്ലേ. आप मुझे कुछ मत दे, मेरे लिए कुछ मत दो। നമ്മൾ കൊടുക്കുന്ന മനുഷ്യർക്കല്ല, हम जो देते हैं वो मनुष्य को नहीं दे रहे, കർത്താവിനാ. प्रभु को देते हैं। ഒരു കാര്യം മനസ്സിലാക്കണം. एक बात हम समझ ले, കൊടുക്കുന്നവരുടെ പൈസയല്ല കർത്താവ് സ്വീകരിക്കുന്നത്, അവരുടെ ആറ്റിറ്റ്യൂഡാണ് കർത്താവ് സ്വീകരിക്കുന്നത്. जो देते हैं उनका पैसा प्रभु नहीं स्वीकारता, पर उनके मनोभाव को प्रभु ध्यान देता है। അതിന്റെ കാരണം പറയാം, इसका ശ്രദ്ധിച്ചേ. कारण मैं बताता हूँ। എന്നെ വിളിച്ചിറക്കിയ ദൈവം പറഞ്ഞു ഞാൻ നിന്നെ പോറ്റിക്കോളാം. मुझे जिस प्रभु ने बुलाया उसने कहा मैं तुझे संभाल लूंगा। നീ എന്റെ വേലയ്ക്ക് ഇറങ്ങിയ ഞാൻ നിന്റെ കാര്യം നോക്കും. तू अगर मेरे सेवकाई करेगा तो मैं तेरा देखभाल അങ്ങനെയല്ലേ कर ദൈവം लूंगा। നമ്മളോട് പറഞ്ഞു. ऐसा ही प्रभु ने हमसे कहा। അപ്പം നിങ്ങൾ കൊടുക്കുമ്പോ तो जब आप कुछ देते हो കർത്താവ് നിങ്ങളുടെ മനോഭാവം നോക്കും. प्रभु आपका मनोभाव എന്നിട്ട് ആ देखता है। പൈസ നോക്കിട്ട് പറയും और ये पैसा देखकर प्रभु ഇത് कहता എന്റെ है മോൻ സന്തോഷിന്റെ കൂലിയ. ये मेरे बेटा संतोष का जो है तनख्वाह है। മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് അത് എന്റെ കൈ വരുന്നത്. इसलिए वो मेरे पास आता है। നിങ്ങൾ തന്നില്ലേ കർത്താവ് വേറൊരിടത്തും തരും. आपने अगर नहीं दिया तो भी प्रभु मुझे सही ഇതാ मार्ग से നടക്കുന്നത്. देगा। ऐसा ही അപ്പൊ होता ആ है। പൈസക്കല്ല വാല്യൂ, तो वो पैसे का दाम അത് नहीं, കൺട്രോൾ ചെയ്യുന്ന കൺട്രോളർക്കാ വാല്യൂ. पर जो उस पर नियंत्रण करता है उसका है मुख्यता। കർത്താവ് നിന്റെ മനോഭാവം നോക്കി. प्रभु ने आपके मनोभाव को देखा മനോഭാവം നോക്കിയവൻ നേരെ ഓഫീസിലോട്ട് പോയി. और वो मनोभाव देखकर वो ऑफिस गया ഡബിൾ പ്രൊമോഷൻ കൊടുക്കാൻ. और डबल प्रमोशन दे दिया। അവന്റെ സാലറി ഒന്ന് 30% ഹൈക്കാക്കിയ. उसके तनख्वाह में 30% बढ़ोतरी लाई। ആമേൻ. ബ്ലോക്ക് ചെയ്തു വെച്ചിരുന്ന കുടുംബത്തിന്റെ അതങ്ങ് കൊടുത്തേരെ. जो प्रॉपर्टी परिवार का रोका ആരോടൊക്കെയോ ദൂത് പറയുക ഇത്. कुछ लोगों से नबूवत कर ആരോടൊക്കെയോ रहा हूं। ദൂത് പറയുക. कुछ लोगों के लिए नबूवत की वाणी है। തടഞ്ഞു വെച്ചതൊക്കെ ദൈവം റിലീസ് ചെയ്യാൻ പോവാ. जो भी ब्लॉक किया था वो प्रभु रिलीज कर रहा है। ബ്ലോക്ക് ചെയ്തു വെച്ച പ്രൊമോഷൻസ് ഒക്കെ ദൈവം जो ब्लॉक किया गया प्रमोशन था वो आपके लिए रिलीज किया जा रहा है। आमीन। ആമേൻ. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ पा रहे हैं? നിങ്ങളുടെ തലേ കൈവച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുള്ള ദൂതല്ലെന്നും പറഞ്ഞ് ചെയ്യുന്നതിന് പോകല്ലേ. ऐसा नहीं सोचना कि आपके ऊपर हाथ नहीं रखा इसके लिए ये मेरे लिए नबूवत की वाणी नहीं है। കാരണം ഞാൻ ഒരു ദൂത് തന്നെ പറയുമ്പോൾ അത് ഒന്നിലധികം പേർക്കാ. क्योंकि जब मैं एक नबूवत की वाणी कह रहा हूँ वो एक से अधिक लोगों के അതുകൊണ്ടാണ് लिए ഞാൻ കരം വെക്കാത്തത്. है। इसके लिए किसी के ऊपर अभी നിങ്ങൾ हाथ नहीं रख ധൈര്യത്തോടെ रहा। ആ പ്രവചന ശബ്ദം आप ഏറ്റെടുത്താണ് उस नबूवत की वाणी को धैर्य से स्वीकार करें। കർത്താവ് റിലീസ് ചെയ്യുക. प्रभु वो रिलीज പിന്നെ कर ഞാൻ रहा അത് കേൾക്കുന്നു. मैं वो फिर से सुन रहा കർത്താവ് റിലീസ് ചെയ്യുക. प्रभु वो रिलीज कर रहा है। സാധ്യതയില്ല. ഇപ്പൊ ഒരു പ്രൊമോഷന്റെ ടൈം അല്ല.
പക്ഷെ ഒരു പ്രൊമോഷൻ വരുന്നുണ്ട്. ये प्रमोशन का समय नहीं है, कोई संभवता नहीं है, पर आपके लिए प्रमोशन आ रहा है. പ്രാർത്ഥിച്ചോ. प्रार्थना करें. വരും ദിവസങ്ങളിൽ ചർച്ചിന്റെ ഗ്രൂപ്പിൽ അത് കാണാം. आने वाले दिनों में कलीसिया में हम उसकी गवाही देखेंगे. ആമേൻ. आमीन. നമുക്ക് അയ്യോ അവിടുന്ന് പൈസ കിട്ടാനുണ്ടല്ലോ, ഇവിടുന്ന് പൈസ, ഇതൊക്കെ നമ്മുടെ ആഗ്രഹം. और हमको यहाँ से पैसे मिलना है, वैसे मिलना है, ये हमारा ले. सोच है. ചിലപ്പം നമ്മുടെ സ്റ്റക്കായി കിടക്കുന്ന, നമ്മളിന്ന് കടം മേടിച്ചിട്ട് അല്ലെങ്കിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ല, ഇതൊക്കെ നമ്മൾ കിട്ടാത്തപ്പോൾ നമ്മൾ ഭയങ്കര വിഷമാണ്. किसी ने हमसे कर्जा लिया है, हमने कहीं इन्वेस्ट किया, हमको पैसा लौटा कर नहीं मिला, ये सब हमारा दुख है. എൻ്റെ ചോദ്യം, मेरा सवाल, അതെങ്ങനെ അവിടെ ബ്ലോക്കായി കിടക്കുന്നത്, സ്റ്റക്കായി കിടക്കുന്നത്, ഇതൊന്നും നിനക്കറിയത്തില്ല. वो किस कारण वहां पर रोका गया है, ले. ये सब आप नहीं जानते. നമുക്കറിയാം. क्या हम जानते हैं? അറിയാം. क्या हम ഇപ്പൊ जानते हैं? നമുക്ക് പൈസ തരാനുള്ള ഒരുവന്റെ സ്ഥിതി എന്താ നമുക്കറിയാം. तो जो हमको पैसा लौटा कर देना है उसकी परिस्थिति क्या है, हम അവന്റെ क्या हम ഉണ്ടോ जानते हैं? ഇല്ലയോ ഒന്നും നമുക്കറിയത്തില്ല. उसके पास है या नहीं हम नहीं जानते, ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നില്ല. പക്ഷെ കർത്താവിന് അറിയത്തില്ല. पर प्रभु अच्छे से जानता है. നിന്റെ ആവശ്യം അറിയാം, आपका जरूरत അവന്റെ जानता है, സ്ഥിതി അറിയാം. उस व्यक्ति का भी जरूरत जानता है. കർത്താവിന് തെറ്റ് പറ്റുമോ? तो क्या परमेश्वर से गलती होगी? കർത്താവിന് അറിയാം. प्रभु जानता है. ഈ പൈസ ഇപ്പോഴല്ല നിനക്ക് പ്രോപ്പർ ആവശ്യം. इस पैसे की सही जरूरत तुझे अभी नहीं है, നിനക്ക് ഏറ്റവും അത്യാവശ്യം ഉള്ളപ്പോൾ അത് റിലീസ് ചെയ്യും. पर जब भी सच में जरूरत होगा तभी वो पैसा तेरे पास आएगा. അന്നേരം അവന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. तभी सामने वाले व्यक्ति को भी तकलीफ नहीं होगा. കർത്താവിന് അങ്ങനെ ചെയ്യാൻ അറിയൂ. प्रभु सिर्फ ऐसे ही कार्य करना അവനിട്ട് जानता है. പണി കൊടുത്തിട്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. सामने वाले को तकलीफ देकर आपको आशीषित करने वाला प्रभु അവനെയും नहीं है. നിന്നെ ഒരുപോലെ ആശ്വസിപ്പിക്കുന്ന രണ്ടുപേരുടെയും ദൈവമാണ് നമ്മുടെ ദൈവം. सामने वाले को भी और आपको भी आश्वासित करके आप दोनों का प्रभु है वो. ആമേൻ. आमेन. എത്ര പേർക്ക് മനസ്സിലാവും? कितने लोग समझ पाए? ഇതൊരു വിടുതൽ നടക്കുന്നതിന്റെ ഒരു ദൂതാകുന്നു. ये नबूवत की वाणी छुटकारा हो रही है, इसका सबूत है. ആമേൻ. आमेन. ഇത് പറയുമ്പോഴും ഒരു കാര്യം പറഞ്ഞേ പറ്റൂ, കർത്താവിന് കൊടുക്കുന്നതിൽ നമ്മൾ മടിയന്മാരാകല്ല. जब मैं ये नबूवत की वाणी कह रहा हूँ, ये भी कहना चाहता हूँ, प्रभु को देने में दशांशम कभी आलसी ना करें. നമ്മുടെ 90% പ്രൊട്ടക്ഷൻ. हम जो दशांश देते हैं, बाकी 90% का सुरक्षा है. ആ 90-ൽ നിന്ന് നിങ്ങൾ എന്ത് കർത്താവിന് കൊടുക്കുന്നു അത് നിങ്ങളുടെ ബ്ലെസ്സിംഗ്. और उस 90 में से आप जो प्रभु को देते हो वो आपका आशीष बनता है. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ എത്തിയപ്പോൾ इसके लिए जब नए करार ദശാംശം में അല്ല आए, പറയുന്നത്, दशांश नहीं कहा जाता है, ഓഹരി എന്നാ പറയുന്നത്. हिस्सा कहा जाता है. ആമേൻ. ഓഹരി എന്ന് പറഞ്ഞാൽ എന്തുവാ? हिस्सा दे, പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? एक अंश दे. उसका मतलब क्या है? പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭാഗമെന്നാ, അത് മലയാള, हिस्सा. അതാർത്ഥം. പക്ഷെ പോർഷൻ എന്നുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത് എന്താ? वो हिस्सा देना, इसके द्वारा बाइबल क्या सोचकर कह रहा है? ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 പേരാ. हमारे घर में 3 लोग हैं, ഞാൻ, ലിൻസി, മമ്മി. मैं पास लिंसी और मम्मी. അപ്പോൾ പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? तो हिस्सा देना मतलब क्या है? അപ്പോൾ ഞാൻ, ലിൻസി, മമ്മി, കൂടെ കർത്താവ്, और मैं അതാ ഫാമിലി और परिवार ये है जहाँ पर मैं हूँ, पास लिंसी है, मम्मी है और प्रभु है. അല്ലേ? അതല്ലേ ഫാമിലി? ये एक परिवार है. അപ്പം ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? तो एक हिस्सा देना मतलब क्या है? 4-ൽ 4 में से 1 भाग അത് കർത്താവിന് കൊടുക്കണം. वो प्रभु को देना. അപ്പൊ ദശാംശമാണോ? അതിനപ്പുറം പോത്തില്ലേ? तो क्या हम केवल दशांश में सीमित रहेंगे? नहीं, उससे आगे जाएंगे. आमीन. അത് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കർത്താവ്. और ये सुनकर सभी लोग डर गए हैं. അപ്പൊ ഈ 90 കൊടുക്കുന്ന പുള്ളിയോ? तो जो ये 90% देने वाला वो व्यक्ति का मनोभाव क्या होगा? 1 ലക്ഷം 2 ലക്ഷം ഒന്നുമല്ല, 1 लाख 2 लाख रुपया नहीं है, കോടികളുമല്ല, करोड़ भी नहीं है, उससे भी ബില്യൻസാ കൊടുക്കുന്നത്. ज्यादा, जो है अरबों रुपए दे रहा है. മനസ്സിലാകുന്നു? നമ്മൾ ഒരിക്കലും ചിന്തിക്കല്ലേ, നമ്മുടെ ചിന്ത എന്താ? പണമില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. हम सोचते हैं कि अगर पैसा नहीं है तो कुछ हो नहीं पाएगा. പക്ഷേ അതങ്ങ് തിരുത്തി എഴുതാം. उस समझ को आज मिटा दो കർത്താവില്ലേ ഒന്നും നടക്കത്തില്ല. और बोल वहां पर लिखो, प्रभु नहीं है तो कुछ संभव नहीं है.
കർത്താവ് പ്രസാദിച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. अगर प्रभु प्रसन्नित नहीं होगा तो कुछ नहीं होगा. ആമേൻ. ഞാനിങ്ങനെ പറയാറുണ്ട്, मैं ऐसा कहता हूं, ഇസ്രായേൽ ജനത്തിന്റെ മേൽ ഒന്നിന്റെ മേലും പ്രസാദിച്ചില്ലെന്ന ബൈബിൾ പറയും. वचन कहता है इसराइलियों में से किसी के भी ऊपर प्रभु प्रसन्नित नहीं हुआ. കൊരിന്ത്യലേഖനത്തിൽ അങ്ങനെ പ്രസാദിച്ചില്ല. कुरिन्थियों की पत्री में ऐसा कहता है उनमें से किसी पर भी प्रभु प्रसन्नित नहीं हुआ. 1 കൊരിന്തി 10 कुरिन्थियों का पहला पत्री 10वां अध्याय. പക്ഷെ മന്ന കൊടുത്തില്ലേ? पर उनको मन्ना दिया या नहीं? കൊടുത്തോ? यस. കാടപ്പക്ഷി കൊടുത്തോ? उनको വസ്ത്രം പുതുതല്ലായിരുന്നു? उनके कपड़े नहीं थे? ചെരുപ്പ് തേഞ്ഞോ? क्या उनके चप्पल खराब हुए? नहीं. പ്രസാദം ഇല്ലാഞ്ഞിട്ട് ഇതൊക്കെ കിട്ടിയെന്ന്. प्रभु उनसे प्रसन्नित नहीं था, फिर भी ये सब उनको मिला. പ്രസാദം ഉണ്ടായിരുന്നല്ലോ. अगर प्रसन्न हुआ होता तो ആമേൻ. ആമേൻ. आमेन. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്? लोग समझ पा रहे हैं. ആമേൻ. आमेन. പ്രസാദം ഇല്ലാഞ്ഞപ്പോൾ ഇത്രയും കിട്ടിയെങ്കിൽ जब वो प्रभु उनसे प्रसन्नित नहीं हुआ, अगर उनको പ്രസാദം इतना सब मिल ഉണ്ടായിരുന്നെങ്കിൽ गया, അവരുടെ അവസ്ഥ എന്തായിരുന്നു? अगर उनसे प्रसन्नित होता तो उनकी परिस्थिति कितनी खूब होती. പ്രസാദം ഇല്ലഞ്ഞപ്പോ ഹല്ലേലൂയ പറഞ്ഞപ്പോ ഈ കോട്ടയ ഇടിഞ്ഞു വീണ്. प्रसन्न नहीं थे जब उन्होंने हालेलुया कहा, तभी वो दीवार गिर गया. പ്രസാദിച്ചിട്ട് അവരൊരു ഹല്ലേലൂയ പറഞ്ഞാൽ अगर प्रभु की प्रसन्नता हो और अगर वो जोर से आमेन. हालेलुया बोले ഒരു രാജ്യത്തിന്റെ അടിത്തറ തന്നെ ഇളകും. तो उस पूरे एक राज्य का नींव हिल जाएगा. ആമേൻ. आमेन. എത്ര പേർക്ക് പിടികിട്ടുന്നു? कितने लोग समझ पा रहे हैं? ഇപ്പൊ കൊടുക്കാൻ മറക്കല്ലേ. तो देने की बात में भूल ഞാനിത് नहीं എന്തിനാ कर- പറയുന്നത്? मैं ये आपसे क्यों कह रहा हूं? നിങ്ങൾ ഈ വർഷം ബ്ലസ്ഡ് ആണ്. ये साल आप आशीषित हो जाए. आमेन. മറ്റുള്ളവർ പറയണം, दूसरे लोग बोले, ആ ചർച്ചിലുള്ളവർ उस कलीसिया के അവർ लोग റിയലി ബ്ലസ്ഡ് ആണ്. वो सच में आशीषित है. അവർ ഫിനാൻഷ്യലി ബ്ലസ്ഡ് वो ആണ്, आर्थिक परिस्थिति में आशीषित है. സ്പിരിച്വലി ബ്ലസ്ഡ് ആണ്, आत्मिक तौर पर आशीषित അവരുടെ है. റിലേഷൻഷിപ്പിൽ അവർ ബ്ലസ്ഡ് वो ആണ്. आपस के बंधन रिश्ते में आमेन. आशीषित है. आमेन. ആമേൻ. आमेन. എന്റെ സീക്രട്ടായി പറഞ്ഞത്. उसका रहस्य मैंने आपसे बांटा. ഈ കർത്താവിനെ കൊണ്ട് കൊടുക്കാൻ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊന്നും നോക്കല്ലേ. जब प्रभु को दे रहे हो, थोड़ा इधर उधर मुड़ा कर देखना नहीं. 10 പ്രാവശ്യം ആലോചിച്ചിട്ടാ കൊണ്ട് സ്വത്രാഴ്ച ഇടുന്നത്. दान अर्पण 10 बार सोचने के बाद डालते അത് हैं. ഞാനൊരു കാര്യം പറയാം, एक बात അത് मैं നിങ്ങൾക്ക് आपसे മനസ്സിലാകാൻ. कहता हूं, आप समझ पाओगे. നമുക്കൊരു അസുഖം വന്നു, हमको एक रोग आया, നമ്മളൊരു ഡോക്ടറെ കണ്ടു, हम एक डॉक्टर के पास നമ്മൾ गए, തൃപ്തരായില്ല. हम संतुष्ट नहीं है. നമ്മളപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ടു. फिर हम एक खास स्पेशलिस्ट डॉक्टर के पास जाते हैं. കൗണ്ടറിൽ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് എടുക്കണമെന്ന്. वो बोलते हैं कि कूपन लो. നമുക്കറിയാവുന്ന 500-300 രൂപയുടെയൊക്കെ ടിക്കറ്റാ. हम 300-500 का ही हम सोचते हैं. അവർ പറഞ്ഞു 3000. उन्होंने कहा 3000 रुपया. ആലോചിച്ച് നമ്മൾ കൊടുക്കുമോ അതോ 3000 എടുത്ത് കൊടുക്കുമോ? क्या हम सोच सोच कर देंगे या हम 3000 उठा कर दे देंगे? നമ്മൾ എടുത്ത് കൊടുക്കും. കാരണം നമുക്കപ്പോൾ സൗഖ്യ ആവശ്യം. क्योंकि हमको तभी एक चंगाई की जरूरत है, तो हम वो पैसा दे देंगे. പുള്ളി അവിടെ നിന്നുകൊണ്ട് ഒരു 1500 ടെസ്റ്റ് എഴുതി, वो പിന്നെ व्यक्ति കുറച്ച് മരുന്നും എഴുതി. वो व्यक्ति ने 10 टेस्ट लिख दिया और बहुत सारा दवाई भी लिख दिया. നമ്മൾ എടുത്ത് ലാബുകാരനെ വിളിച്ചു. हमने लैब वाले को कॉल പുള്ളി किया. പറഞ്ഞു ടെസ്റ്റ് എല്ലാം ഇങ്ങോട്ട് അയച്ചു തരാം. वो बोलते हैं कि पूरा टेस्ट हमको भिजवा എന്നിട്ട് के दो. പറഞ്ഞു ഈ ടെസ്റ്റിനെല്ലാം കൂടെ 15000 രൂപ. उन्होंने कहा ये टेस्ट के लिए 15000 रुपया. ഡോക്ടറെ കാണണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ? डॉक्टर को देखने के लिए क्या करना है? 3000. അല്ല, हाँ, टेस्ट ഡോക്ടറിനെ करना ही നെക്സ്റ്റ് ടൈം കാണണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ? पड़ेगा. डॉक्टर को अगर अगले बार मिलना है तो ये टेस्ट करना ही അപ്പൊ पड़ेगा. 15000 അത് വേണ്ട, അവിടെ ചെന്നിട്ട് പറയാം 15000 വേണ്ട, നമുക്കൊരു 1500 ചെയ്യാൻ പറ്റുമോ? फिर ऐसा हम ചോദിക്കോ? नहीं बोलते हैं कि 15000 छोड़ दो, हम 1500 का कर लेंगे. ചോദിക്കത്തില്ല. हम ऐसा അപ്പൊ नहीं അവിടെ करते. നമുക്ക് സൗഖ്യ ആവശ്യം क्योंकि तभी हमको चंगाई की जरूरत है. അല്ലേ? या. പിന്നെ മെഡിക്കൽ സ്റ്റോറിലോട്ട് ചെന്നപ്പോഴാണ് അവർ തട്ടിക്കൂട്ടിയപ്പോൾ 8000 രൂപ. तो मेडिकल स्टोर में गए, दवाई भी 8000. നമ്മൾ വേണ്ടെന്ന് പറയോ? क्या 8000 രൂപയാണെങ്കിൽ ഗുളിയൊന്നും വേണ്ട പറയോ? क्या हम ऐसा बोलेंगे 8000 का है तो दवाई नहीं चाहिए? നമുക്കത് കഴിച്ചേ പറ്റൂ हमको वो खाना ही है. അല്ലേ? എടാ, ഈ ഫിസിക്കൽ ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് ഇത്രത്തോളം കെയർഫുൾ ആണെങ്കിൽ
സ്പിരിച്വൽ പേഴ്സന്റെ രക്ഷയ്ക്ക് അതിനേക്കാൾ എത്രത്തോളം കെയർഫുൾ ആയിരിക്കണം. तो एक शारीरिक जो है इस शरीर की जरूरतों के लिए अगर हम इतना ध्यान से सोचते हैं तो आत्मिक व्यक्ति के जरूरतों के लिए हम इतना सोच क्यों नहीं पाते? ആമേൻ. आमेन। അതിന്റെ ദവായി ഇവിടുന്ന് കിട്ടത്തില്ല. और आत्मिक व्यक्ति का दवाई इस അത് दुनिया से അവിടുന്നേ नहीं, കിട്ടത്തുള്ളൂ. वो स्वर्ग से ही मिलेगा। അതിന് വില കൊടുത്തേ പറ്റൂ. उसके लिए दाम चुकाना ही आमेन। पड़ेगा। आमेन। അത് കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവാ. पवित्र आत्मा वो हमारे पास ആ लाता है ലാബ് അവിടെ और उसका लैब स्वर्ग അവിടാണ് में है। ടെസ്റ്റ് നടക്കുന്നത്. वहां पर सारा टेस्ट അത് होता है। കൊണ്ടുവരേണ്ടത് പരിശുദ്ധാത്മാവാ. पवित्र आत्मा वो हमारे पास लाना आमेन। है। आमेन। हालेलुया। थैंक यू जीसस। थैंक यू जीसस। അതിന് കർത്താവിന് കൊടുത്തേ പറ്റൂ. इसके लिए प्रभु को देना ही है। മനസ്സിലാവുന്നുണ്ടോ? आमेन। സൺഡേ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം വരല്ലേ. रविवार प्रचार सुनने के लिए आप केवल ना आए। കൈയടിച്ച് ഒന്നും പാട്ടുപാടി ഒന്നും നൃത്തം ചെയ്തിട്ട് പോകാൻ മാത്രം വരല്ലേ. सिर्फ ताली बजाकर नाच कर लौटने के लिए आप ना ഇതൊന്നും आए। ഇതെല്ലാം ചെയ്യണം. पर ये सब करना है, അത് നിർബന്ധമായി ആവശ്യമാണ്. हमको जरूर करना है। ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലേലും ये सब आप कर भी नहीं पाए, കർത്താവിന് കൊടുക്കാൻ വേണ്ടി വരണം. प्रभु को देने के लिए आप നിന്റെ आए। സ്തുതി, आपकी स्तुति देने നിന്റെ के लिए, ആരാധന, आपकी आराधना देने നിന്റെ के लिए, ആരോഗ്യം, आपका നിന്റെ आरोग्य, സമ്പത്ത് आपका धन, എല്ലാം കൊടുക്കണം. ये सब देना है। അതിന്റെ പേരാ പൂർണ്ണമായി സമർപ്പിക്കുന്നേ. और उसे हम कहते हैं कि पूर्ण रूप में समर्पित करना। ആമേൻ. आमेन। ആമേൻ. आमेन। എത്ര പേർക്ക് മനസ്സിലാവുന്നു? कितने लोग समझ पा रहे हैं? ആമേൻ. हालेलुया। അപ്പം ദൈവത്തിന് കൊടുക്കുന്നതിൽ മറക്കല്ലേ. तो प्रभु को देने के बाद में कभी भूल नहीं जाए और प्रार्थना നിങ്ങൾ करें। സോ ചെയ്യണം. आप उसमें बोए ഭയങ്കര ബ്ലെസ്സിംഗ് ആയിരിക്കും 2025. और 2025 एक भयंकर बड़ा आशीष blessing होगा। आएगी। एक बड़ा आशीष होगा നമ്മൾ 2025। ജയഘോഷത്തോടെ അത് തുടങ്ങും. हम जय के ललकार के साथ उसका आमेन। शुरुआत करेंगे। आमेन। മറക്കല്ലേ. भूलना नहीं। എടാ ഈ സൺഡേ മൊത്തം കൊടുക്കുന്ന കാര്യമാണ്. ये रविवार सब देने के बारे में बातें की, അപ്പൊ ഇന്ന് ബ്ലെസ്സഡ് സൺഡേ. तो एक आशीषित रविवार है। കൊടുക്കാൻ കൂടുതൽ ദൈവം നമ്മളോട് പറയുന്നെങ്കിൽ നമ്മളെ ബ്ലെസ് ചെയ്യാൻ കർത്താവ് വിങ്ങി നിൽക്കുക. അതുകൊണ്ടാണ്. तो अगर प्रभु हमसे देने के बारे में ज्यादा कह रहा है, उसका मतलब हमें आशीषित करने के लिए वो दर पर खड़ा है। മനസ്സിലാവുന്നുണ്ടോ? आमेन। സ്വന്തം മോനെ എടുത്തു കൊടുത്തതിനേക്കാൾ വലുതല്ലല്ലോ. अपने खुद के बेटे को उसने उठाकर दे അബ്രഹാം दिया। ചെയ്ത് സ്വന്തം മോനെ എടുത്ത് യാഗപീഠത്തിലോട്ട് വെച്ചു. इब्राहिम ने अपने खुद के संतान को उस वेदी पर रख दिया। തിരിച്ച് കർത്താവ് ഇങ്ങോട്ട് പറയാ, तो फिर प्रभु यहाँ कहता മോനെ है, എനിക്ക് നിന്നെ മാത്രം അനുഗ്രഹിച്ചാൽ പോരാ, നിന്റെ മോനെയും കൂടെ അങ്ങ് അനുഗ്രഹിക്കണം. प्रभु कहता है मैं सिर्फ तुझे ही नहीं पर तेरे बेटे को भी आशीषित करूंगा। ആമേൻ. നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ട് തലമുറയ്ക്ക് വരെ ബ്ലെസ്സിങ് കൈമാറുന്ന ദൈവം. हम जो देते हैं वो देखकर पीढ़ियों को आशीषित करने वाला परमेश्वर। ആമേൻ. ആമേൻ. आमेन। आमेन। എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ पा रहे हैं? എല്ലാവരും ഹാപ്പിയാണല്ലോ? सभी लोग खुश हैं। हमारे स्वर्गीय पिता, ഈ നിമിഷം വരെ നീ ഞങ്ങൾക്ക് തന്ന അങ്ങയുടെ മഹനീയ സാന്നിധ്യത്തിന് यहाँ जो आपकी उपस्थिति है, जो आपने हमें दान में दी है, इसके लिए आपका स्तुति करते हैं നിന്റെ पिता। സാന്നിധ്യം വിട്ടു പോകാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. हमारी इच्छा नहीं कि हम तेरी उपस्थिति छोड़ कर जाए। ഒത്തിരി ബിസി പലർക്കുണ്ട്. बहुत सारे लोगों को बहुत सारी चीज़ें करनी है, പക്ഷെ അപ്പച്ചൻ്റെ കൂടി ഇരിക്കുന്നതിന് മുകളിൽ ഒരു ബിസി ഞങ്ങൾക്കില്ല. पर उसके ऊपर पिता, लेकिन उस सबसे परे तेरे साथ तेरी उपस्थिति में बैठना ही हमारी इच्छा തുടർന്നുള്ള है। ചില മിനിറ്റുകളിൽ ദൈവാത്മാവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ തുടരണം. पिता, इस कुछ क्षणों में हमने जो प्रार्थना तेरे सामने रखी है, उस विषयों को छू पिता। കർത്താവ് വലിയത് ചെയ്യും. तू हमारे लिए बड़े कार्यों को करेगा। വചനത്തിന്റെ പല മേഖലയിലൂടെ ഞങ്ങളെ തൊട്ടതിനാൽ സ്തോത്രം. पवित्र शास्त्र के बहुत सारे मोतियों को आपने हमें दिया, എല്ലാത്തിനും നന്ദി പറയും. सबके लिए धन्यवाद। ഈ ജനത്തെ അനുഗ്രഹിക്കും. मैं आपके इन लोगों को आशीषित करता മഹത്വം हूँ। അങ്ങേക്ക്. आपको महिमा യേശുവിൻ यीशु मसीह के नाम में मांगते हैं और कलीसिया ने कहा ആമേൻ. आमीन।